ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിന്ന് ഭാഗവതത്തിലെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുറേ കഥകളൊക്കെ ഇനിയുണ്ട് ഒരുപാട്. പക്ഷേ ഞാൻ കുറച്ച് കഥകൾ മാത്രം പറയാൻ ഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് കഥയാണ് പറയുന്നത്. ദ്വാരകയുടെ നാശവും ഭഗവാന്റെ സ്വർഗാരോഹണവും അതാണ് പറയുന്നത്. തീർച്ചയായും ഈശ്വരൻ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ ഭാഗവതം വായിച്ചിട്ടില്ലായിരുന്നു. മത്സ്യമാംസാദികളെല്ലാം കഴിക്കാതെ ഈശ്വരനെ ഗുരുവായൂർ കണ്ട ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതായത്. അതിന് ശേഷമാണ് ഭഗവാൻ എന്നോട് ഇത് പറഞ്ഞത്. ഈ കഥ ഇങ്ങനെ ഭാഗവതം വായിച്ചിട്ട് കുറച്ച് കഥകൾ പറഞ്ഞ് മറ്റുള്ളവരോട് പറയാൻ പറഞ്ഞു. പക്ഷേ എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഭഗവാനെ, എനിക്കിതൊന്നും അറിയത്തില്ല. എനിക്ക് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈശ്വരൻ പറഞ്ഞ് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. എങ്ങനെയാണോ പറയാൻ പറ്റുന്നത് അതുപോലെ പറയാം. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇത് ബെറ്റർ ടൈമാണ്. ഇത് അവസാനിപ്പിക്കണം, ഈ കഥ പറഞ്ഞ് തീർക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പിന്നെ വായിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് പറയുക. ഒരുപാടുണ്ട്. ഉദ്ധവരോട് കൃഷ്ണൻ ഉപദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. പക്ഷേ എല്ലാമൊന്നും ഞാൻ വായിച്ചതുമില്ല. ഞാൻ ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങൾ ഈശ്വരൻ ഉദ്ധവരോട് പറയുന്നതല്ല, ബാക്കി സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, ഈശ്വരൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക ഈ ഭാഗവത കഥ. ഇത് പറയാനുള്ള ഒരു യോഗ്യതയുണ്ട്. ഞാൻ നോൺ വെജൊന്നും കഴിക്കാറില്ല. ഇത് വായിച്ചു തുടങ്ങിയത് പിന്നെ അതൊക്കെ ഓക്കെ. പക്ഷേ മുൻപൊന്നും എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയായി. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു കഴിവും ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ ഇതുകൊണ്ട് ഈശ്വര അനുഗ്രഹത്തോടെ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞു. ഞാനിത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഈശ്വരൻ എനിക്ക് അന്ന് ജോലിക്ക് ഈശ്വരൻ തന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇൻ്റർവ്യൂ ബോർഡിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതീവ ദുഃഖത്തോടിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രായശ്ചിത്തം വന്നോണം എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് ഒരിക്കൽ ഈശ്വരൻ. ശേഷമാണ് ഇത് ചെയ്തത്. ഒരു 5-6 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ വായിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം നോക്കും, ഭഗവതം അടച്ച് തുറന്നൊക്കെ നോക്കും ഏത് കഥയാണ് പറയേണ്ടത്. അങ്ങനെ ഭഗവാൻ സെലക്ട് ചെയ്ത് തരുന്ന 10 കഥയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ആദ്യം തന്നെ ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, എന്തോ ഇങ്ങനെയൊക്കെ ഒരു പരിചയമില്ലാതെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഇയാളുടെ ഇത് പറച്ചിൽ കേട്ടിട്ട് ഇയാൾക്കൊന്നും അറിയില്ലാത്ത പോലെ തോന്നുന്നു. ശരിയാണ്, ഞാൻ അവരോട് പറഞ്ഞു എനിക്കറിയില്ല, എനിക്കറിയില്ല, ഇങ്ങനെ ഭാഗവതമൊന്നും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, കഥ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. പക്ഷേ കൃഷ്ണൻ്റെ കൃത്യമായ നിർദ്ദേശം കണ്ടാണ് അവരെത്രത്തോളം ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വട്ടാന്നെങ്ങാനും വിചാരിച്ച് കാണുമായിരിക്കും. അങ്ങനൊന്നുമല്ല, ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക. ഓക്കെ. അപ്പോൾ മുനിമാരുടെ ശാപം കാരണം സാമ്പൻ ഇരുമ്പിലൊക്കെ പ്രസവിക്കുകയും അങ്ങനെ അതിനെ ചീകിപ്പൊടിച്ച് കടലിൽ കളയുകയും അതിൻ്റെ ഒരു തുണ്ട്, ഒരു ചെറിയ പീസ് മാത്രം വന്നത് അതെടുത്ത് കടലിൽ വലിച്ചെറിയും. അതൊരു മീൻ ഭക്ഷിക്കും. ആ മീനിനെ ഒരു മുക്കുവൻ പിടിക്കും. ആ മുക്കുവൻ അതിനെ മുറിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പീസ് കിട്ടും, ഇരുമ്പലക്കയുടെ. ആ പീസ് ഒരു കാട്ടാളിന് കൊടുക്കും. അവനതൊരു അമ്പുണ്ടാക്കി സൂക്ഷിക്കും. ദ്വാരകയിൽ പൊടിച്ച് കളഞ്ഞതെല്ലാം കൂർത്ത ഇരകപ്പുല്ലുകളായിട്ട് സമുദ്രത്തിൻ്റെ തീരത്തടി. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കഥ, ദ്വാരകയുടെ നാശം മുനിമാർ ശപിക്കും. ആ ഇരുമ്പുലക്ക കൊണ്ട് ദ്വാരകയുടെ നാശം, ദ്വാരകവാസികളുടെ നിൻ്റെയൊക്കെ നാശം സംഭവിക്കണമെന്ന് പറയും. പിന്നെ നിൻ്റെ കുലം തന്നെ നശിച്ചു പോകുമെന്ന് ആ പയ്യന്മാരോട് പറയും. അങ്ങനെ എല്ലാം ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ കൃഷ്ണൻ്റെ ഇഷ്ടപ്രകാരമാണ്. അതൊരു വേറെ കാര്യം. അങ്ങനെ കൃഷ്ണൻ്റെ സന്തത സഹചാരിയായ ഉദ്ധവർക്ക് അയാൾക്ക് മനസ്സിലാകും കൃഷ്ണൻ എന്തുകൊണ്ടാണ് വളരെ നിശബ്ദനായിട്ടിരിക്കുന്നത്. അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഭഗവാൻ പോകുമല്ലോ എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിലുണ്ടാകും. എല്ലാത്തിനും സൈലൻ്റായിട്ട് ഇരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈശ്വരൻ്റെ മനസ്സിലെന്തോ ഉണ്ട്. ഭഗവാൻ ഒരുപക്ഷെ പോകുമായിരിക്കും എന്ന് ഉദ്ധവർ ചെന്ന് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കും, ഭഗവാനെ, അങ്ങക്ക് ഇതൊക്കെ തടയാമായിരുന്നില്ലേ? അങ്ങ് എന്തുകൊണ്ടാണ് ഇത് തടയാതിരുന്നത്? മുനിമാരുടെ ശാപവും പിള്ളേരുടെ ഈ കുസൃതിയും എല്ലാം അങ്ങേക്ക് തടയാമായിരുന്നില്ലേ? അങ്ങ് ഇതെല്ലാം കണ്ടിട്ട് നിശബ്ദനായിരുന്നത് എന്താണെന്ന് ചോദിക്കും. ഇതൊരു ദ്വാരക തന്നെ
ഈ രാജ്യം തന്നെ നശിച്ചു പോകാനുള്ള കാരണമാവുന്നല്ലോ, ഈ കുലം തന്നെ ഒടുങ്ങാനുള്ള കാരണം അങ്ങക്ക് തടയാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, ഉദ്ധവരെ നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമായി സംഭവിച്ചതൊക്കെ. ഞാൻ ബ്രഹ്മദേവനും മറ്റുള്ള ദേവന്മാരുടെയൊക്കെ അപേക്ഷ പ്രകാരം ഭൂമിയിലെ ദുഷ്ടരായ ആൾക്കാരെ എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ അവതരിച്ചതാണ്. എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി. ഇനി ഞാനും എൻ്റെ കുലവും എല്ലാം കംപ്ലീറ്റ് നശിച്ച് എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഈ എൻ്റെ കൂടെ വന്നവർ, ഈ യദുകുല ജാതരായിട്ടുള്ള ആൾക്കാരും ഗോപികമാരും എല്ലാവരും എന്നോടൊപ്പം നിന്ന് ഇപ്പോഴുള്ള എല്ലാവരും ദേവന്മാർ തന്നെയാണ്. അവരെന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നേ. അവരുടെ ഒപ്പം അവരെല്ലാം ഞാൻ പോകുന്നതോടെ അവരെല്ലാം പോകണം എന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യ്. അപ്പോഴത്തേനും ഒരുപാട് സംശയങ്ങൾ ഭഗവാനോട് ഉദ്ധവർ ചോദിക്കുന്നുണ്ട്. നല്ല കൃത്യമായ മറുപടികൾ ഭഗവാൻ പറയുന്നുണ്ട്. അത് ഭാഗവതത്തിലുണ്ട്, കുറേ പേജുകളുണ്ട്. അത് മൊത്തം വായിച്ച് തീർന്ന് കഥയായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യം മാത്രം പറയുക, ചുരുക്കി. അത് പിന്നെ ഈശ്വരൻ ഉദ്ധവരോട് പറയും, നീ ഒരു കാര്യം ചെയ്യും, അപ്പോൾ എല്ലാം നശിച്ചു പോകും, യാദവകുലം എല്ലാം ഒടുങ്ങും, മുനിമാരുടെ ശാപം പോലെ എല്ലാം സംഭവിക്കും. അപ്പോൾ നീ ബദരി ആശ്രമത്തിൽ പോയി പിന്നെ കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും നീ മനസ്സുകൊണ്ട് ത്യജിച്ച് എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബദരി ആശ്രമത്തിൽ പോയി നീ ഫലമൂലാദികൾ കഴിച്ച് ചൂടും തണുപ്പും എല്ലാം ഏറ്റ് യാതൊരാഗ്രഹവും മനസ്സിലില്ലാതെ വൽക്കലവും ധരിച്ച് നീ കുറച്ചു കാലം അവിടെ എന്നെ ധ്യാനിച്ച് ജീവിക്കണം. അത് കഴിയുമ്പോൾ നിനക്ക് എൻ്റെ അടുത്തെത്താനോ നിനക്ക് സ്വർഗത്തിലേക്ക് വരാൻ പറ്റും. ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് നീ അങ്ങനെ പോകാൻ പറയും. നീ എല്ലാം ത്യജിച്ചേക്കും, നീ പൊയ്ക്കോളൂ എന്ന് പറയും. ഉദ്ധവർക്ക് ഭയങ്കര സങ്കടമാകും. കൃഷ്ണൻ ഇങ്ങനെ ചോദിക്കും, അങ്ങ് പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് അങ്ങേ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല കൃഷ്ണ. അതുപോലെ തന്നെ കൃഷ്ണനെ സേവിക്കുന്ന മുനിമാരും അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലേ, അവരെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങേക്ക് പോകാനാവുമോ എന്ന് ചോദിക്കുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ അവതരിച്ചത്. ദേവന്മാരുടെ ആഗ്രഹപ്രകാരമാണ് എൻ്റെ ജോലി ഇവിടെ പൂർത്തിയായി. ഭൂമിയിലെ ദുഷ്ടരായ എല്ലാ രാക്ഷസരെയും മനുഷ്യരെയും ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തിയും ഞാൻ കൊന്നൊടുക്കി സജ്ജനങ്ങളെ സംരക്ഷിച്ച് കാലം കുറേയായി. ഇപ്പം യദുകുലം തന്നെ ഭൂമിക്ക് ഭാരമായി കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരായിപ്പോയി. ഭൂമിദേവി വിഷ്ണു ഭഗവാന്റെ പത്നി ദേവിക്ക് സഹിക്കുന്നതിൻ്റെ മാക്സിമം കഴിഞ്ഞ് ഇനിയും ഇതിങ്ങനെ വളർന്നു പോകാൻ സമയമില്ല. അത് മാത്രമല്ല, ഈ കലിയുഗത്തിൻ്റെ ആരംഭമായി. ഈ കൃഷ്ണൻ്റെ ജന്മ ഉദ്ദേശം പൂർത്തിയാക്കി എനിക്ക് ഇനി തിരിച്ചു പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഈശ്വരൻ ഉദ്ധവരോട് പറയും. അങ്ങനെ ഉദ്ധവരോട് ബദരി ആശ്രമത്തിൽ പോകാൻ പറയും. ഉദ്ധവരവിടെ പോവുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊന്നും ഉദ്ധവർക്കറിയാം. ഉദ്ധവരോട് പറയും, ദ്വാരക ഇപ്പം ഇത് കുലജാതരായിട്ടുള്ള എല്ലാവരും നശിക്കും, ദ്വാരക ഞാൻ പോകുന്നതോടെ മുങ്ങിപ്പോവുകയും ചെയ്യും, അതുകൊണ്ട് നീ ഇപ്പോഴേ പൊയ്ക്കോളാൻ പറയും. ഉദ്ധവർ കൃഷ്ണൻ്റെ പാദം ദ്വാപരയുഗത്തിൻ്റെ അന്ത്യമായി എന്നൊക്കെ പറയും. അപ്പോൾ ഉദ്ധവർ കൃഷ്ണൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച് കൃഷ്ണനോട്, കാരണം കൃഷ്ണൻ പോകുന്നത് കാണാനുള്ള ശക്തിയില്ലാതെ ഉദ്ധവർ അപ്പം തന്നെ പോകും. ബദരി ആശ്രമത്തിലേക്ക് പോയി കൃഷ്ണൻ പറഞ്ഞ പ്രകാരം വൽക്കലമൊക്കെ ധരിച്ച് തപസ്സിൽ കൃഷ്ണനെ ധ്യാനിച്ച് ജീവിക്കും. അപ്പോൾ അതിനുശേഷം കൃഷ്ണൻ ഉദ്ധവരെ പറഞ്ഞു വിട്ട ശേഷം എന്തായാലും ദേവനായിരുന്നു, പക്ഷേ ഭഗവാൻ മനുഷ്യരോടെല്ലാം അതേപോലെ മാനുഷികമായ കാരുണ്യം സ്നേഹവും എല്ലാം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ഒരു മാതൃകയെന്നോണമാണ് ഈശ്വരൻ എല്ലാവരോടും പെരുമാറിയിരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണൻ ഉദ്ധവരെ പറഞ്ഞു വിട്ടിട്ട് നോക്കുമ്പം കാണാം, ദേവലോകത്തു നിന്ന് കൊണ്ടുവന്ന പാരിജാതം, ദേവസഭ, ഇതൊക്കെ ദേവലോകത്തുനിന്ന് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്തിട്ട് ആ പാരിജാതത്തിൻ്റെ കൊമ്പടിച്ചുകൊണ്ടിരുന്ന സത്യഭാമ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് വേണ്ടി അവരെ കൂട്ടി അവിടെ പോകുന്നത്. അപ്പോൾ അത് ദേവിയെ കൂട്ടി പോകുമ്പോൾ ദേവിക്ക് അത് ഇഷ്ടമാകും. അങ്ങനെ കൃഷ്ണൻ കുറച്ച് കൊമ്പടിച്ച് കൊണ്ടുവരുന്നു.
ദ്വാരകയിൽ കൊണ്ടുവയ്ക്കാൻ കൊണ്ടുവരാൻ സമ്മതിക്കാതെ ദേവേന്ദ്രൻ വഴക്കുണ്ടാക്കുകയും അവർ യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ തോൽപ്പിച്ചിട്ട് കൊണ്ടുവരുമെന്നേ. അതെല്ലാം കൃഷ്ണൻ നോക്കുമ്പോഴത്തേക്ക് ഈ പാരിജാതവും ദേവസഭയും എല്ലാം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ഉദ്ധവരൊക്കെ പോയി കഴിഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു ആകാശത്തേക്ക്. അപ്പം ബലരാമനോട് പറയും, നീ കണ്ടില്ലേ ഇത് പാരിജാതവും ദേവസഭയെല്ലാം എന്താ ഉയർന്ന് മുകളിലേക്ക് പോകുന്നു, സ്വർഗത്തേക്ക് പോകുന്നു. നീ ഒരു കാര്യം ചെയ്യും, എല്ലാവരെയും കൂട്ടി ശംഖോദരത്തിൽ പോയി പിന്നെ സരസ്വതി നദിയിൽ മുങ്ങി നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റണം, തീർക്കണം. നമുക്ക് ഏറ്റ ശാപവും എല്ലാവരുടെയും ദോഷങ്ങളും പാപങ്ങളും ഒക്കെ തീർക്കണം. അതുകൊണ്ട് നീ ഇപ്പം തന്നെ ദ്വാരകാവാസികളെ എല്ലാം കൂട്ടി പൊയ്ക്കോളാൻ പറയും ബലരാമനോട്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സമ്പത്തും സ്വർണവും ആനയും സ്ഥലങ്ങൾ ഭൂമിയും എല്ലാം ശുദ്ധരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട് ബലരാമൻ മറ്റുള്ള ദ്വാരകവാസികളൊക്കെ എന്തായാലും പോകുമല്ലേ എന്ന് ഓർത്തിട്ട് അവർ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്ന മദ്യം, കുറേ അധികം മദ്യം പലതരത്തിലുള്ളത് ശേഖരിച്ച് വെച്ചിരുന്നു. ഇപ്പോഴത്തെ അല്ല, അന്നത്തെ കാലത്ത് എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതവർ ശേഖരിച്ച് വെച്ചിരുന്നത് അവർ കുറച്ച് കുറച്ചായിട്ട് സേവിക്കാൻ തുടങ്ങും. പല ഏജിലുള്ളവരുണ്ട്. അവരെല്ലാം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി എന്തായാലും പോകുമല്ലേ എന്ന് ഓർത്തിട്ട് ഇവർ ഇതെല്ലാം സേവിക്കും മദ്യം. അത് സേവിച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഭഗവാന്റെ മായയാണ്. സേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ട് പരസ്പരം ക്രൗര്യത്തോടെ നോക്കുകയും അവരുടെ എല്ലാം മുഖഭാവം മാറുകയും ദേഷ്യം ഉണ്ടാവുകയും തങ്ങളെ അടിപിടി കൂടുകയും പിന്നെ ആയുധങ്ങളെടുത്ത് പോരാടുകയും തങ്ങൾ വെട്ടി കുത്തിയും മരിക്കുകയും ചെയ്യും. അവസാനം അമ്പൊടുങ്ങുമ്പോഴാണ് ഈ പുല്ല് പറിച്ചിട്ട് ശരമ രൂപത്തിൽ എയ്ത് അത് വളരെ മൂർച്ചയുള്ള പുല്ലായിട്ടായി ഇരുമ്പ് സാധനം വളരുന്ന ഇരുമ്പിൻ്റെ പൊടി, ഈ ഇരകപ്പുല്ല്, അത് പറിച്ച് ഇതൊക്കെ അവർ എല്ലാം തല്ലിയും എല്ലാം വെട്ടിയും കുത്തിയും എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് അവർ മക്കളെയും അച്ഛനെയും എല്ലാം അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാം വെട്ടിക്കൊന്ന്. അമ്മൂമ്മയില്ലേ, സ്ത്രീകളെയൊക്കെ അന്തഃപുരങ്ങളിലായിരുന്നു, അവരൊന്നും ഇതറിഞ്ഞില്ല. അപ്പോൾ എല്ലാം തങ്ങളി വെട്ടിക്കുത്തി യദുവംശമെല്ലാം മരിക്കും. അന്തഃപുരത്തിലുള്ളവരൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു പോകും. ഇതെല്ലാം കൃഷ്ണൻ കാണുമോ? കണ്ടു നിൽക്കും. ഏറ്റവും ക്രുദ്ധതയോടെ ബലരാമൻ ഇറങ്ങി എല്ലാത്തിനും വെട്ടിയൊക്കെ കൊല്ലും. സാഹിക്ക് കാരണം തമ്മിൽ തെല്ലുന്ന കണ്ട് സഹിക്കാൻ വയ്യാതെ ബലരാമൻ കുറേ എണ്ണത്തിനെ കൊല്ലും. കൊന്നു കഴിഞ്ഞിട്ട് ബലരാമൻ സമുദ്രതീരത്ത് നോക്കുമ്പോൾ എല്ലാം നശിച്ച്, ഇനിയൊന്നുമില്ല. എല്ലാവരും കൂട്ടി കൃഷ്ണൻ പറഞ്ഞത്, കൃഷ്ണൻ ഇതാണ് ഉദ്ദേശിച്ചത്, നാശം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ബലരാമൻ പോയി സമുദ്രതീരത്തിരുന്ന് സ്വന്തം ശക്തിയിൽ സ്വയം ചിതയിൽ ഉണ്ടാക്കി അതിന് ദഹിച്ച് ബലരാമനും പോകും. കാരണം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതെല്ലാം ഞാൻ കാരണമാണ് ഇപ്പം സംഭവിച്ചത്. പുള്ളി ആദ്യമൊന്നും തുടങ്ങി വെച്ചത്. പിന്നെ തമ്മിലടി നാശം കണ്ടുകൊണ്ട് ഇറങ്ങി ആയുധം എടുക്കുമായിരുന്നു. എല്ലാം തീർത്ത് എല്ലാത്തിനെയും. അവസാനം ബലരാമനും യോഗാഗ്നിയിൽ ദഹിച്ചു പോകും. ഇതും കൃഷ്ണൻ കാണും. ഇതെല്ലാം എല്ലാവരും പോയി, പ്രിയപ്പെട്ടവരെല്ലാം പോയി. അന്തപുരവാസികളായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. കൃഷ്ണൻ അപ്പം തന്നെ വനത്തിൽ പോയി ഒരാളിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ്. അതായത് ശംഖും ചക്രവും ഗദയും താമരപ്പൂവൊക്കെ പിടിച്ച് 4 തൃക്കൈകളോടും കിരീടമൊക്കെ വെച്ച് അതീവ ശോഭയുള്ള മനോഹരമായ സ്വർണ്ണക്കിരീടവും നിറയെ ആഭരണങ്ങളും ധരിച്ച് ജ്വലിക്കുന്ന വൈഷ്ണവ രൂപത്തിലാണ് ഈശ്വരൻ അവിടെ ഇരിക്കുന്നത്. വലത് കാൽപാദം ഇടത് കാൽ തുടയുടെ മുകളിലോട്ട് വെച്ച് കൈ രണ്ടും അതിന് മുകളിൽ വെച്ച് ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് രാത്രിയായി പോകും. രാത്രിയാകുമ്പോൾ വേടൻ വരും, അമ്പുമായിട്ട് വന്ന് ദൂരെ നിന്ന് നോക്കുമ്പോഴേ ഈശ്വരൻ്റെ പാദം ജ്വലിക്കുന്നത് ആ വേടൻ കാണും. വലത് കാലിൻ്റെ പാദം ജ്വലിക്കുന്ന ആ പാദത്തിലേക്ക് ഏതോ മൃഗമാണെന്ന് ഓർത്താ വേടൻ അമ്പ് ചെയ്യുന്നത്.
ആ ഇരുമ്പൊലക്കയുടെ ശേഷിച്ച ഭാഗം ഭാഗം കൊണ്ട് നിർമ്മിച്ച അമ്പ ചെയ്യുന്നത്. എല്ലാം ഈശ്വരനറിയാം, കൃഷ്ണനെല്ലാം അറിയാം, ഇപ്പം എന്നത് സംഭവിക്കുമെന്നറിയാം ഈശ്വരന്. അപ്പോൾ അത് കൊണ്ടിട്ട് കൊള്ളുമ്പോൾ ഇവൻ മൃഗമാണെന്നോർത്ത് ഓടി വരും. ഓടി വരുമ്പം മഹാവിഷ്ണു ധ്യാനത്തിലിരിക്കുന്നു, കാൽപാദത്തു നിന്ന് രക്തമൊലിക്കുന്നു. അയ്യോ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ, നാരായണ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് വേടൻ ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കും ഒരുപാട് തവണ. ഈശ്വര, ഞാൻ അറിയാതെ ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞ് ഈശ്വരൻ്റെ അടുത്ത് ഒരുപാട് തവണ വേടൻ ക്ഷമ ചോദിക്കും. അങ്ങനെ ഭഗവാനെ സ്തുതിക്കും, ക്ഷമ ചോദിക്കും, എല്ലാം ചെയ്യും. ഇതെല്ലാം ദേവലോകത്ത് സർവ്വദേവതകളും കണ്ടുകൊണ്ടായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഈശ്വരൻ അതീവ ശോഭയോടായിരിക്കുന്നത്. വൈഷ്ണവ രൂപം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന രൂപത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുക. ഈശ്വരൻ തിരിച്ചവരുടെ അടുത്ത് ചെല്ലുമല്ലോ. ആ ഒരു പുഷ്പവൃഷ്ടികളൊക്കെ ചെയ്യുന്നുണ്ട് ഈശ്വരൻ്റെ മേൽ അവർ, ദേവഗണങ്ങൾ, ദേവന്മാരെല്ലാവരും എല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഈശ്വരൻ പറയും, വേടനോട് പറയും, നീ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ ആഗ്രഹിച്ചതാണ് നടക്കുന്നത്. എൻ്റെ ആഗ്രഹം പോലെ ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ആഗ്രഹം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒട്ടുമേ വിഷമിക്കണ്ട. ഇപ്പം സ്വർഗത്തിൽ നിന്ന് നിന്നെ കൊണ്ടുപോകാനായ ഒരു രഥം വരും, നീ അതിൽ കയറി നീ പോയിക്കോ. നിനക്ക് ജീവനോടെ ഈ പൂർണ്ണമായ രൂപത്തോടെ തന്നെ പോകാം. നീ ഒട്ടും വിഷമിക്കണ്ട, നീ അതിൽ പൊക്കോന്ന്. ആ രഥം വരുമ്പോൾ നീ അതിൽ കയറി പോയിക്കോ, നിനക്ക് ഒരു ദോഷവും വരില്ല. എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമായി ഭൂമിയിൽ നടക്കുന്ന, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി, ഞാൻ തിരിച്ചു പോകുക. അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. കാട്ടാളനെ അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ രഥം സ്വർഗത്തിൽ നിന്ന് വന്ന് അയാളെ കൊണ്ടുപോവുകയും ചെയ്യും, ജീവനോടെ തന്നെ ആ ഒരു രൂപത്തിൽ. കാരണം അയാളുടെ ശരീരം ത്യജിക്കേണ്ടി വരില്ല, ഉടലോടെ ആ വേടൻ സ്വർഗത്ത് പോകുന്നത്. അതീവ ഭാഗ്യവാനായ വേടൻ അയാൾ. അത് കഴിഞ്ഞിട്ട് ഈശ്വരൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക. രാത്രി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ദ്വാരകയിൽ നിന്ന് ദാരുകൻ എന്ന് പറഞ്ഞ ഒരു ആൾ അദ്ദേഹത്തെ തിരക്കി വരുന്നത്, തേരുമായിട്ട് വരും. തിരക്കി വരുന്നതെന്ന് പറഞ്ഞാൽ അയാൾ കാട്ടിലെല്ലാം തിരക്കി, ഈശ്വരനെ കാണുന്നില്ല, എവിടാന്നറിയാതെ ഇങ്ങനെ വരുമ്പോൾ തുളസി ഗന്ധം വമിക്കുന്ന, എവിടെ നിന്നോ തുളസിയുടെ ഒരു മണം വരുന്നു. ആ ലക്ഷ്യം വെച്ച് ദാരുകൻ വരുന്നോന്നെ ഈശ്വരനെ കാണും. അവിടെ ഇരിക്കുന്ന വിഷ്ണു രൂപത്തിൽ ഇരിക്കുന്ന കാണാം. അതുകൊണ്ട് അവൻ അതിശയിക്കും, അത്ഭുതത്തോടെ നോക്കി നിൽക്കും. കൃഷ്ണനല്ല കാണുന്നത്, മഹാവിഷ്ണുവിനെ കാണുന്നത്. അതീവ ശോഭയോടെ ജ്വലിക്കുന്ന വിഷ്ണു രൂപം കണ്ട് അയാൾ ഭയഭക്തിയോടെ തൊഴും. ഭഗവാനെ, ഞാൻ അങ്ങേ തിരക്കി ഇവിടെ എല്ലാം നടക്കുമായിരുന്നു, എവിടാന്നറിയാതെ രാത്രിയായിപ്പോയി, എനിക്ക് കാണാനും പറ്റില്ല. ഞാൻ പിന്നെ തുളസിയുടെ ഗന്ധം കൊണ്ടാണ് ഇവിടെ വന്ന് അങ്ങേ കണ്ടുപിടിച്ചതെന്ന് പറയും. അതുകൊണ്ട് അപ്പം അങ്ങേ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, നീ പൊയ്ക്കോ, നീ പോയി ദ്വാരകയിൽ ചെന്നിട്ട് സ്ത്രീജനങ്ങളെ ഇനി എല്ലാവരും മരിച്ചെന്ന ദ്വാരകവാസികളായ സ്ത്രീകളോടെല്ലാം നീ പറയണം, യദുവംശത്തിലെ ആൾക്കാരെല്ലാം മരിച്ചുപോയി, അവരൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല, രാമൻ ഉൾപ്പെടെ എല്ലാവരും മരിച്ച്. അതുകൊണ്ട് നീ അവിടെയുള്ള സ്ത്രീകളോടെല്ലാം ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും അർജുനൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകാൻ പറയണം, നീയും പോകണമെന്ന് പറയും. കൃഷ്ണൻ പറയും, ഞാനും വരുന്നില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ ഇപ്പം ജീവൻ ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോകുക ഇപ്പം തന്നെ. അതുകൊണ്ട് നീ ദ്വാരകയിൽ ചെന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞിട്ട് നീ അർജുനൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകണം, നീ അവിടെ പോയി ജീവിക്കണം. ദ്വാരകയിൽ അവശേഷിച്ചിട്ടുള്ള മറ്റുള്ളവരെയും പോകണം. ദ്വാരക ഇപ്പം തന്നെ ഞാൻ പോകുന്നതോടെ സമുദ്രത്തിൽ മുങ്ങിപ്പോവും. അതുകൊണ്ട് നീ അവരെ പെട്ടെന്ന് ചെന്ന് അവരെ എല്ലാം മാറ്റണമെന്ന് പറയും. അത് കേട്ട് അയാൾ അത്ഭുതത്തോടെ നിൽക്കുമ്പം തന്നെ ഗരുഡൻ്റെ കൊടി പിടിപ്പിച്ച സ്വർണ്ണരഥം ആകാശത്തു നിന്ന് വരും ഭഗവാനെ കൊണ്ടുപോകാനായിട്ട്. അതെല്ലാം കണ്ട് ദേവന്മാരെല്ലാം നിറയെ പൂക്കളർപ്പിക്കുക അതിലേക്ക്. ഈശ്വരനിപ്പം വരുമല്ലോ, ഈശ്വരനെ ഇപ്പോൾ
അവർക്ക് പിന്നെ കിട്ടി, ഭഗവാൻ അവിടെ ആകുമല്ലോ, ഭൂമിയിൽ നിന്ന് ഈശ്വരൻ എന്നേക്കുമായിട്ട് അവിടെ ചെല്ലുമെന്നോർത്ത് അവർക്ക് അതീവ സന്തോഷത്തോടെ ഇരിക്കും. ഈശ്വരൻ്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്ത് അത്ഭുതത്തോടെ സ്നേഹത്തോടെ ഈശ്വരനെ നോക്കിക്കൊണ്ട് ദേവന്മാരെല്ലാം നിൽക്കും. ഈ രഥം വരുമ്പോൾ ഭഗവാൻ അതിന് മുമ്പേ തന്നെ ഇയാളെ പറഞ്ഞു വിടും ഭഗവാൻ ഈ ദാരികൻ അവിടെ ചെന്നിട്ട് എല്ലാവരോടും സംഭവം പറയുമ്പോഴത്തേന് ഈശ്വരൻ എല്ലാവരോടും ചെന്ന് ദ്വാരകയിൽ ചെന്ന് കാര്യം പറയും. അർജുനൻ ഇത് കേട്ട് അവരെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ പത്നിമാരായ സ്ത്രീകളെല്ലാം സ്വയം അഗ്നിയിൽ ദഹിക്കും. കാരണം അവരെല്ലാം ദേവതകളല്ലേ, ദേവന്മാരും അവരൊക്കെ ചിതകൂട്ടി അതിനുള്ളിൽ എല്ലാ ജീവനൊടുക്കും. കാരണം ഭഗവാൻ പോയല്ലോ, ഭഗവാൻ യോഗാഗ്നിയിൽ സ്വയം ദഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിലാക്കി. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഈശ്വരൻ ശരിക്കും ആ രഥത്തിൽ ഈശ്വരൻ പോകും. പക്ഷേ അതൊരു മറ്റുള്ളവർക്ക് അങ്ങനെ ഒന്ന് കരുതാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം കാണിക്കുകയും ഈശ്വരൻ പോവുകയും ചെയ്യും. ഇതറിയുന്ന എല്ലാവരും യാദവ സ്ത്രീകൾ, കൃഷ്ണൻ്റെ പത്നിമാരെല്ലാം ചിതയിൽ ദഹിച്ച് അവരെല്ലാം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. അവശേഷിക്കുന്ന ആൾക്കാരെ കൊണ്ട് അർജുനൻ സങ്കടത്തോടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോവും. ഈ ദാരികൻ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി കൃഷ്ണൻ്റെ ഒരു കൊച്ചുമോനെ അവിടെ രാജാവാക്കി വാഴിച്ച് അവിടെ ഇരിക്കും. അവരവിടെ ജീവിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗത്തിൽ പോവും വിഷ്ണുവായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം നടക്കും. വീണ്ടും അതിനു മുമ്പേ ഉദ്ധവരോടും എല്ലാവരോടും പറയുന്ന ഈ ഒരു കാര്യമുണ്ട്. ദ്വാപരയുഗത്തിന് ശേഷം ഉണ്ടാകുന്നത് കലിയുഗമാണ്. ആ കലിയുഗത്തിൽ വളരെ ദുഷ്ടരായ ആൾക്കാരായിരിക്കും ഉണ്ടാകുന്നത്. അന്നുണ്ടാകുന്ന ആൾക്കാരെല്ലാം എല്ലാ തരത്തിലും യാതൊരു നീതിയും ധർമ്മബോധവും ഒന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലും. അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഈശ്വരഭക്തിയോടെ ആവുകയുള്ളൂ. നാമം ജപിക്കുന്നവർക്കും ഈശ്വരഭക്തി ഉള്ളവർക്കും യാതൊരു തരത്തിലുള്ള ദോഷവും കലിയുഗത്തിലുണ്ടാകത്തില്ല. അല്ലാത്തവർക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന് ഈശ്വരൻ പറയും. ഉദ്ധവരോടും പറയും, എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഈശ്വരൻ കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഈശ്വരനുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു കള്ളമൊന്നുമല്ല, സത്യസന്ധമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വൈശാഖ മാസത്തിലായിരുന്നത്. ഈശ്വരന് ഈ സമയത്ത് ശക്തി കൂടുതലാണ് വൈശാഖ മാസത്തിൽ. ഞാൻ കണ്ടത് മെയ് മാസത്തിലാണ്. മെയ് 30 ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നതും എന്നോട് സംസാരിച്ചതും ഗസറ്റ് ഓഫീസറുടെ റൂമിൽ എന്നെ കൊണ്ടുപോയതും ഒപ്പിടി വയ്ക്കുന്നവരോട് ഇവിടെ നിന്നതും അതിനുശേഷം താഴെ റിസപ്ഷനിൽ വന്ന് എൻ്റെ കാർഡ് നീക്കി എറിഞ്ഞ ആളുടെ അടുത്തോട്ട് മാറി ഈശ്വരൻ ഇരുന്നതും വേറൊരു ആളുടെ രൂപത്തിൽ, എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് എനിക്ക് നമ്പർ ഇട്ട് തന്നതും ഒക്കെ ഈശ്വരനായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സമാധാനമായിട്ട് പോയിക്കോ, ജോലി കിട്ടുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഈശ്വരൻ എന്നോടൊന്ന് 2 കാര്യം പറഞ്ഞിരുന്നു. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ചോരുന്നു, പിന്നെ ആദ്യം ജോലി, പിന്നെ ചോർച്ച, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് സംസാരിച്ചില്ല. ഒരു പക്ഷേ ആ മറവിയും ഞാനങ്ങനെ ചെയ്യാതിരുന്നതും ചിലപ്പോൾ അതും ഈശ്വരൻ്റെ മായയായിരിക്കും, വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കും. എനിക്ക് ഭാഗവതം ഇവിടെ വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അതിനകത്തൊന്നും അങ്ങനെയൊന്നും വായിക്കാറില്ല. ഈ പ്രഹ്ലാദസ്തുതി വായിച്ചിട്ടുണ്ട്, അത് ഞാൻ ജപിക്കും. അല്ലാതെ ഒന്നും ഞാൻ ഭാഗവത കഥകളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ലായിരുന്നു. എനിക്കെപ്പോഴും തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് അങ്ങനെ പറ്റില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞ് ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നീ അത് മറ്റുള്ളവരോട് പറയണം. അതിന് ഏത് മീഡിയ ഉപയോഗിച്ചും എനിക്കിത് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫോണിലൂടെ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ശരിയാണ്, എനിക്കത്ര അറിവൊന്നുമില്ല, എനിക്ക് അത്രയും നല്ല ഒട്ടും തന്നെ അറിവില്ല. ഭാഗവതമൊന്നും എനിക്ക് എടുത്ത് വായിച്ച ഒരു ശീലവും ഇല്ല. പക്ഷേ എനിക്ക് ഇത്രയും കഥ പറയാൻ പറ്റി. ഏകദേശം ഒരു 10-11 കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആചാര്യന്മാരൊന്നും പറയുന്ന പോലൊന്നും അല്ല, ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാൻ പറ്റുമെന്നും വായിക്കാൻ പറ്റുമെന്നും ഇത്രയും കഥകൾ എനിക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ
എനിക്ക് അത്രയൊക്കെ പറയാൻ പറ്റി. ഈശ്വരൻ്റെ ഇച്ഛയായിരുന്നു ഞാനത് ചെയ്യണമെന്ന്. അത് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ഏകദേശം 2 മാസം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു കാര്യം ഭഗവാന്റെ അടുത്ത് പറഞ്ഞത്. അതുവരെയൊക്കെ ഞാനതൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് വായിക്കാനൊന്നും എനിക്ക് പറ്റാതിരുന്നത്. എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും എന്താണ് ഇതിൽ എഴുതിയേക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. തപ്പിയൊക്കെ വായിക്കും. ഞാൻ ഓർക്കും ആൾക്കാരെങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ടൊക്കെ വായിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ രാഗവും താളമൊന്നും ഇല്ലാതാണ് ഞാൻ വായിക്കുന്നത്. ഒരു ഡിക്റ്റേറ്റീവ് നോവൽ വായിക്കുന്ന തൊട്ടാണ് ഞാൻ വായിക്കുന്നത്. പിന്നെ എനിക്ക് നോക്കിയാലേ കൂടുതൽ മനസ്സിലാകുന്നത്. വെറുതെ നോക്കും, ഭാഗവതം എടുത്ത് വെച്ചിട്ട് മനസ്സുകൊണ്ട് വായിക്കും. അങ്ങനെയാണ് ഞാൻ കഥ കൂടുതൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ എനിക്ക് പക്ഷെ കഥകളെല്ലാം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വായിക്കുന്നത്. എന്തായാലും ഈശ്വരനെ ഞാൻ കണ്ടു എന്നുള്ളത് പരമമായ സത്യമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല. ഇനി എനിക്ക് ഈശ്വരനോട് ഞാൻ ഈശ്വരൻ പറഞ്ഞ കാര്യം ഇന്ന് ചെയ്ത് തീർത്ത് ഈ ഭാഗവതം വായിച്ച് ഭഗവാന്റെ സ്വർഗ്ഗാരോഹണം വരെയുള്ള കാര്യം എല്ലാം ഒന്നുമില്ല. അത് ഏകദേശം 10-11 കഥ അങ്ങോട്ടുണ്ട്. അത്രയും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് ആൾക്കാർക്ക് ഷെയർ ചെയ്തു ഈ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ. അത് എൻ്റെ ജോലി. ഇത് കഴിഞ്ഞ് പിന്നെ ഈ പാട്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. അതൊന്നും എനിക്ക് ചെറുതിലെ പാട്ട് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ അതിനൊന്നുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ലായിരുന്നു, പാട്ട് പാടാനും പാട്ട് പഠിക്കാനും ഒന്നും. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോൾ ഞാനതൊക്കെ ചുമ്മാ പാടുന്നതേ ഉള്ളൂ. അതും കൃഷ്ണൻ്റെ ഒരു നിർദ്ദേശമാണ്. എൻ്റെ ഇന്നർ ചൈൽഡ്, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അതായത് എൻ്റെ അടുത്ത് ഒരിക്കൽ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞാൽ, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ നിനക്ക് ജീവിക്കാനുള്ള വക നിന്നിൽ തന്നെ തന്നിട്ടാ വിട്ടേന്ന്. പക്ഷേ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് പറയുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അത് മെഡിറ്റേഷനിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മെഡിറ്റേഷനൊന്നും ചെയ്യാൻ പറ്റാതില്ല. ഞാൻ എപ്പോഴും ഒന്ന് ധ്യാനിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് 1000 ചിന്ത വരും. എനിക്കത് ചെയ്തങ്ങനെ ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്താണെന്നോ എനിക്കറിയില്ല. ഒരു പക്ഷേ ഭഗവാനായിട്ട് പൂർണ്ണമായി അടുക്കുന്നില്ലായിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. എനിക്കെന്തായാലും അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കാനൊന്നും അങ്ങനെ പറ്റാറില്ല. പിന്നെ ഈ ആലോചിക്കും, എന്താണ് എനിക്ക് ചെറുതിലേ ഉള്ള കാര്യം. ഇങ്ങനെ എഴുതുമായിരുന്നു, കഥകളൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ചെറിയ പ്രായത്തിൽ, അതായത് സ്കൂളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയ സമയത്തൊക്കെ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ ചാടിപ്പോയി വീട്ടിൽ നിന്ന്. പിന്നെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ലോവർ ഹയറൊന്നും ലോവറിൻ്റെ എക്സാം ആകുമ്പോഴാണ് പോകുന്നത്. അതൊന്നും പിന്നെ പാസ്സായതൊന്നുമില്ല. പിന്നെ ലൈഫ് പിന്നെ പോഞ്ഞാട്ടേ പോയി, തരികിടയായിരുന്നു ലൈഫ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മോനെ വളർത്തി അമ്മവരെ പഠിപ്പിച്ച് അവൻ മിടുക്കനായി അവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അവരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവാതെ ഞാൻ പോരുന്നു. ഈ സ്ഥലത്ത് കഴക്കൂട്ടത്ത് വന്നിട്ട് ഞാനൊരു കൺവെൻഷൻ സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തിനോ അയാൾ എന്നെ മാറ്റിക്കളയും. പിന്നെ വിളിക്കാമെന്ന് പറയും. ഞാൻ വിളിക്കുമ്പോഴൊക്കെ വിളിക്കാം, അടുത്ത മാസം കയറാം, ഈ മാസം ഏപ്രിൽ കയറാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഞാനെന്തായാലും എനിക്കെന്തുകൊണ്ടോ ജോലിയൊന്നും ശരിയാകുന്നില്ല. പക്ഷേ ഈശ്വരൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് പൂർത്തിയാക്കാൻ. ഇന്ന് ഈ ജോലി ഞാൻ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഇന്നത് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനിത് വീഡിയോ സെൻഡ് ചെയ്യുന്നതോടുകൂടി, അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഞാൻ ആ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കും. പിന്നെ ഞാൻ പാട്ടും, പിന്നെ എൻ്റെ ലൈഫ് തന്നെ വലിയൊരു സ്റ്റോറിയാണ്. അത് പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും സിനിമാക്കാരെ കാണുകയാണെങ്കിൽ പറയും. കാരണം ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറിയുണ്ട്, നല്ല ഭംഗിയായിട്ടത് അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റും. എഴുതി കൊടുക്കാൻ പറ്റില്ല. ഞാൻ എഴുതാനൊക്കെ ഇരുന്നിട്ടുണ്ട്. കുറേ പേപ്പറും പെറുക്കി വെച്ചിട്ട് എത്രയോ പേപ്പർ വാങ്ങിക്കും, കൊണ്ടുവച്ചിട്ട് ഞാൻ എഴുതാനിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വരും. ഒരു പേജ് എഴുതി ഞാൻ പൊട്ടിക്കരയും, പിന്നെ കൊണ്ടുവെക്കും. എനിക്ക് ഭയങ്കര ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരു കാര്യം, എന്നാൽ മനസ്സിന് നല്ല ധൈര്യമുണ്ട്. ഇല്ലെങ്കിൽ എന്നെപ്പോലെ സ്ത്രീ ഒരു 4 വർഷമായിട്ട് തനിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കത്തില്ല. ഹോസ്റ്റലിലും വാടക വീട്ടിലൊക്കെ ആയിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഭഗവാന്റെ നല്ലൊരു സ്നേഹവും സംരക്ഷണവും ഉണ്ട്. ഏത് കാര്യത്തിനും ഞാൻ ഈശ്വരനായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് എനിക്ക് വിഷമം ഉണ്ടായാലും ഞാൻ അപ്പം തന്നെ ഭഗവാനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും. ഓരോ കാര്യങ്ങളും കൃഷ്ണന് അവലൊന്നും കൊടുക്കാനില്ല, അപ്പം തന്നെ പറയും, കൃഷ്ണ ഇന്ന് നീ പട്ടിണി, എനിക്ക് അവലൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ചെറിയ ലോട്ടറിയിൽ അടിച്ച് കിട്ടും. ഞാൻ ലോട്ടറിയൊക്കെ ചിലപ്പോഴൊക്കെ എടുക്കും, അത് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് വിധവാ പെൻഷൻ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഞാൻ എല്ലാം കൃഷ്ണന് വേണ്ടി വാങ്ങിച്ചു വെച്ച്. കൃഷ്ണനെ നല്ലതായിട്ട് സ്നേഹമുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം.
ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായി ഞാൻ ഗുരുവായൂർ പോയിട്ട്. എപ്പോഴും എൻ്റെ കുറച്ച് പൈസ പെൻഷനൊക്കെ കിട്ടുമ്പോൾ അപ്പം തന്നെ ഞാൻ നേരെ ആദ്യം ചെയ്യുന്ന കാര്യം ഗുരുവായൂർ പോക്കാം. അപ്പം തന്നെ ഞാൻ തുണിയെടുത്ത് ബാഗിനകത്ത് കുത്തി അരച്ചിട്ടെടുത്ത് തോളിലിട്ടുണ്ട്. അപ്പം തന്നെ ഒരു പോക്കങ്ങ് പോകും. പോയി രാത്രി അവിടെ ചെന്നിട്ട് കുളിച്ച് ആ ക്യൂവിൽ നിന്ന് രാവിലെ ഭഗവാനെ തൊഴുതിട്ട് വെളുപ്പിനെ തൊഴുതിട്ട് ഞാൻ കുറച്ച് നേരം ഡോർമിറ്ററി പോയി റെസ്റ്റ് എടുത്തിട്ട് ഞാൻ രാത്രി തന്നെ തിരിച്ചു പോരും. അന്നത്തെ രാത്രിയിൽ തിരിച്ചു വരും. എനിക്ക് പോയി അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈശ്വരനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് രാത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ട് ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ ഓർത്ത് ഇന്നലെയല്ലേ ഞാൻ ഗുരുവായൂർ പോയി, ഇന്ന് വന്ന രാത്രി ഉറങ്ങുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ എന്തിനാ എനിക്ക് ഈശ്വരനെ സ്വപ്നം കണ്ടേന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ, ഇപ്പോൾ 3:30 മണിയായതേ ഉള്ളൂ. അന്നേരം ഞാൻ 6 മണി വരെ ഉറങ്ങും. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും കിടന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു സ്വപ്നം കൂടെ കൃഷ്ണൻ്റെ. ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ ഇവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ ഓഫ് ഭഗവാനെയാണ് വിഗ്രഹം, നല്ല കവളൊക്കെയുള്ള ആ വിഗ്രഹ സ്വപ്നം കണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതെന്താ പിന്നെയും കാണുന്നത്. അപ്പം മൊത്തം ഞാൻ ചാടി എഴുന്നേറ്റ് ഇതെന്തോ ഈ കൃഷ്ണനെ ആ കൃഷ്ണനെയും കൂടെ ഒന്നിച്ച് കണ്ടേന്ന്. പിന്നെ ഞാൻ രാത്രി പിന്നെ ഉറങ്ങിയില്ല. 4-4:30 ആയി കാണും. ഞാൻ പിന്നെ ഇങ്ങനെ കിടന്ന് ആലോചിച്ച് നീ ഇങ്ങനെ ഭയങ്കര ഒത്തിരുന്ന സമയം ക്യൂ നിന്ന് ഇരുന്നും കിടന്നൊക്കെ അല്ലേ തൊഴുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിനകത്താണെങ്കിൽ ഒരു ശകല സ്ഥലം കിട്ടത്തില്ല, നല്ല ദൂരമല്ലേ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ. അത്രയും കുറ്റി അടിച്ച പോലെ ഇരുന്ന യാത്ര ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നീ വരണ്ടെന്നായിരിക്കും ഈശ്വരൻ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നത്. ആ കൃഷ്ണനും നിൻ്റെ വീട്ടിലിരിക്കുന്ന കൃഷ്ണനും വന്നാ നീ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള വിചാരമായിരിക്കും. അങ്ങനെയായിരിക്കും ആ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഊഹിച്ച്. പിന്നെ ഞാൻ അങ്ങനെ ധൃതി പിടിച്ച് ഓടിപ്പോവാറില്ല. മാത്രമല്ല ഈ കൃഷ്ണന് ജീവനുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഹോസ്റ്റലിൽ വെച്ച് ഈ കൃഷ്ണൻ്റെ കൈ ഒരു പെണ്ണ് കുത്തിക്കിഴിച്ചായിരുന്നു, എൻ്റെ ഹോസ്റ്റൽമേറ്റ്. അപ്പം ഞാൻ ഈ കൃഷ്ണനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പോയി ചന്ദനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ കുഴിക്കകത്ത് വെച്ചിട്ട് ആ കൃഷ്ണൻ്റെ കൈ ചേർത്ത് അടച്ച്. എപ്പോഴും നമുക്ക് പൈസ ഇല്ലല്ലോ കൃഷ്ണനെയൊക്കെ വാങ്ങിക്കുക. ഇത് തന്നെ നല്ല ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ച് വിഷുവിന് കണിയാനായിട്ട്. അപ്പം എനിക്കെപ്പോഴും അതിനൊന്നും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കൃഷ്ണനെ അടച്ച്. ഓരോരുത്തർ പറയും അങ്ങനെ മുറിവൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഗ്രഹമൊന്നും പിന്നെ എടുത്ത് കളഞ്ഞേക്കണം, എങ്ങും വെക്കരുതെന്ന്. പക്ഷേ ഞാൻ കളഞ്ഞൊന്നുമില്ല, അടച്ചിട്ട് ഒട്ടിച്ച് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ആ മുറിവേന്ന് ആ ചന്ദനം ഇളകി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ ചാലിച്ച് ഒട്ടിച്ച് വെക്കുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ വിചാരിച്ച് ഇത് വേണ്ട, എനിക്ക് കഷ്ടമൊക്കെ വരുന്നത് ചിലപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടായിരിക്കും, എന്നാൽ ഇത് കടലിൽ കളയാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞിടാം നമുക്കിതിനെ ഒന്ന് കൊണ്ടുപോയി ശംഖുമുഖത്ത് കൊണ്ടുപോയി ആ കടലിലൊന്ന് ഒഴുക്കി കളഞ്ഞാലോ, നീ ഒന്ന് വൈകിട്ട് വരുമോ എന്ന് ചോദിച്ചു ഇതിനെ എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പം അവൻ ശരി വരാമെന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വെച്ച സമയത്ത് അവൻ എൻ്റെ അടുത്ത് പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് വലിയ കൃഷ്ണനായി നല്ല വെയിറ്റുള്ള അവൻ വിളിച്ച് പറഞ്ഞ് എടാ എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ബൈക്ക് കേടായിപ്പോയി. ആ കൃഷ്ണനെ കളയൊന്നും വേണ്ട, അടങ്ങാണിരുന്ന വല്ല പൂജ ചെയ്ത് ജീവിക്കും. ആ കൃഷ്ണൻ അവിടെ ഇരുന്നോട്ടെ, കളയണ്ട, എൻ്റെ ബൈക്കിന് എനിക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റാത്തത് കേടായിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ കൃഷ്ണനെ കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് ആ കൃഷ്ണനെ തന്നെ അത് മാത്രമല്ല നമ്മൾ എന്താണോ സംസാരിക്കുന്നത് കേൾക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഗുരുവായൂർ ജോലിക്ക് വേണ്ടി ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യിക്കുന്ന പറയാൻ ഞാൻ ഈ കൃഷ്ണൻ്റെ അടുത്ത് ഇരുന്ന് കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ മുറ്റത്ത് നിന്ന് ഈ ഹൗസ് ഓണറുടെ വൈഫിനോടും അവരുടെ അമ്മായിപ്പനോടൊക്കെയാണ് ഞാൻ പറയുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൃഷ്ണനുണ്ട്, കൃഷ്ണൻ വരുമെന്ന് പറയുമായിരുന്നു. അതായിരിക്കണം അന്ന് അവിടെ കൃഷ്ണൻ വന്നത്. എൻ്റെ അടുത്ത് വന്ന ആൾ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ ജോലി കിട്ടും, ഞാൻ പറഞ്ഞു പിന്നെ ഇയാളൊന്ന് പോടെ എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്തോട്ട് നീങ്ങി നിന്നിട്ട് പറഞ്ഞത് കൃഷ്ണൻ വന്നു കേട്ടോ, കൃഷ്ണൻ വന്നുവല്ലോ ഇങ്ങനെ പറഞ്ഞത്, കൃഷ്ണൻ വന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഭയന്നത്, ഈശ്വര ഇത് യഥാർത്ഥ കൃഷ്ണനാണോ, കൃഷ്ണൻ ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെയുള്ള ഏതാന്നൊക്കെ ചോദിച്ചു. ഏറ്റവും ലാസ്റ്റ് ഭഗവാന് ദേഷ്യം വരികയും ഒരു സ്മാർട്ട് ഫോൺ അവിടെ ഞാനത് പോറ്റിയോട് പിന്നീട് പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിച്ചു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ആ സ്മാർട്ട് ഫോണൊക്കെ ഭഗവാന്റെ കയ്യിലിരുന്നൊന്നും വന്നപ്പോഴൊന്നും ഇല്ല, വന്നപ്പോൾ ഒരു പേപ്പർ ചുറ്റി പിടിച്ചേക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ്
ഗസറ്റ് ഓഫീസറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം സ്മാർട്ട് ഫോൺ എടുക്കുന്നത്. അപ്പം എടുത്തിട്ട് എന്നോട് നീങ്ങുന്നില്ല, ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിഡ്ഢിത്തലയിൽ ഞാൻ വിചാരിക്കുന്നത്, ഓ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഫോട്ടോ എടുക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. ക്യാമറ ഇങ്ങനെ കാണിച്ചപ്പം എൻ്റെ ഒടുക്കത്തെ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ അതിൻ്റെ ക്യാമറ കാണിച്ച് എന്നോട് ചേർന്ന് നിന്നത്. പക്ഷേ അതിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഈ ആളില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും പേടിയായത്. ഞാനിതുവരെ ആക്ഷേപിച്ചത് അപമാനിച്ചതും ഭഗവാനായിരുന്നല്ലോ. എനിക്കിന്നും അത്രയ്ക്ക് എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തതെന്ന് ഓർക്കും. പക്ഷേ ഒന്ന് ഓർത്താൽ എനിക്കെപ്പോഴും ഞാനൊരു വെറും ഒരു എന്താണ് ഒരു പൊട്ടയാണ്, അതുകൊണ്ടായിരിക്കും. എന്നാൽ ആരുമില്ലാതെ പേടി എനിക്ക് എന്തായാലും ഭഗവാന്റെ അടുത്ത് ഇന്നലെ ഈശ്വരൻ പറഞ്ഞ്, ഞാൻ നിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നീ ഒരു തരത്തിലും ഭയക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു കൈ നിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. കാരണം ഇതൊന്നും വായിച്ച് പറയാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇനി എൻ്റെ ലൈഫ് ഈശ്വരൻ നോക്കിക്കോളെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും, ഞാൻ ഒന്നും അങ്ങനെ ഈശ്വരനോട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈശ്വരൻ ഇങ്ങനെ ദിവ്യഗ്രന്ഥങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോഴാണ് ഈ മഹത് ഗ്രന്ഥം ഭാഗവതത്തിൻ്റെ ഒരു പേജ് ഒരു ദിവസം വായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സർവ്വ പാപങ്ങൾ ഒഴിഞ്ഞ് നമ്മുടെ ലൈഫിൽ ഈശ്വരൻ തുണയായി കൂട്ടായി വരും. പറ്റുന്നവരത് ചെയ്യുക. ഒരു പേജ് ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എന്ന് പറയുന്നില്ല, ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം നാമം ജപിക്കാൻ ശ്രമിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനെ, വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുക. ഹൈന്ദവർ അല്ലാത്തവർ അവർ വിശ്വസിക്കുന്ന ദേവനെ, ഈശ്വരശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഈ കലിയുഗത്തിൽ അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആപത്തുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്കൊന്നും തടയാൻ പറ്റില്ല. അതിനെ ആത്മസംയമനത്തോടു കൂടി അതിനെ അംഗീകരിക്കുകയും മുന്നോട്ടുള്ള ജീവിതം ഈശ്വര ഭക്തിയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും വേണം എല്ലാവരും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. കലിയുഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളും ഭയങ്കര ദുഷ്കരമായ സംഭവങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ ഈശ്വര ഭജനം തന്നെ, അത് മാത്രമേ ഒരു വഴിയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ തരും. ഭഗവാനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, സ്നേഹിച്ച് കഴിഞ്ഞാൽ, കൃഷ്ണനെ ഞാൻ വിശ്വസിക്കുന്നത്, കൃഷ്ണനെ സ്നേഹിക്കുന്നതും കൃഷ്ണനെ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എല്ലാ കഷ്ടതകളിൽ നിന്നും. എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ പോലും ഞാൻ കൃഷ്ണൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, കൃഷ്ണ എനിക്ക് സാരിയൊന്നുമില്ല, ഞാൻ കൂടുതലും എന്തെങ്കിലും ജീൻസോ ടോപ്പൊക്കെ ഇടുന്നത്. ഞാൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് പുതിയ ഡ്രസ്സ് വേണം എന്ന് പറയും. അതെനിക്ക് വാങ്ങിക്കാൻ കൃഷ്ണൻ പൈസ ആയിരുന്നു. ഞാൻ 40 രൂപ കൊടുത്തിട്ട് ലോട്ടറി എടുക്കും, അതിന് എനിക്ക് 2000 രൂപ ചിലപ്പം കിട്ടും. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിക്കും. അങ്ങനെ എൻ്റെ ലൈഫ്. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനിത് ഭാഗവത കഥ ഇവിടെ അവസാനിപ്പിക്കുക. പിന്നെ ഞാൻ വല്ല പാട്ടോ എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം, കൃഷ്ണൻ്റെ അനുഗ്രഹം, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം, നാരായണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈശ്വരനിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ ഒരു ധൈര്യവും ശക്തിയും ഒരു തോന്നലെല്ലാം ഈശ്വരൻ നിങ്ങൾക്കെല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനോട്, കൃഷ്ണനോട്, എൻ്റെ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തോളണേ. നാരായണ നാരായണ നാരായണ. ഗുഡ് നൈറ്റ്.